എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള അതിക്രൂരമായ അവഗണനയാണ്. ഒരിക്കൽ പോലും ഈ ആഭ്യന്തര വകുപ്പിനെതിരെ ഞാൻ പറഞ്ഞത് നേരത്തെ പിണറായി വിജയൻ ഭരിച്ച ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന നിരവധി ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളാണ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത്. അങ്ങനെ ഇരിക്കെയാണ് അതേ അന്നത്തെ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഈ വി.ഡി. സതീശൻ സർക്കാർ മടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നുള്ളത് അന്നത്തെ അതേ ചോദ്യം ഇപ്പോഴും ചോദിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് തന്നെ തുടക്കത്തിലെടുത്ത തീരുമാനമാണ് രക്ഷാപ്രവർത്തനത്തിലെ അന്വേഷണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹർഷീനയുടെ ജോലി, ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പെട്ടെന്ന് നടപടിയെടുക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കിയിരുന്നു. ഷൗക്കത്ത് അലിയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ അന്വേഷണത്തിന് നിയോഗിക്കുന്നു. വളരെ പെട്ടെന്ന് അന്വേഷണം നടക്കുന്നു, മൊഴികൾ എടുക്കുന്നു, ചോദ്യം ചെയ്യൽ നടക്കുന്നു, അറസ്റ്റ് നടക്കുന്നു, എല്ലാം നടക്കുന്നു. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അതിനൊരു മന്ദിപ്പ് സംഭവിക്കുകയാണ്. നേരിട്ട് പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ അത് നമുക്കെല്ലാവർക്കും അറിയുന്ന തെളിവാണല്ലോ. നമുക്ക് ഈ ഇന്ന ഉദ്യോഗസ്ഥരാണ് എ.ഡി. തോമസിനെ തല്ലിയതെന്ന് അറിയാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? അത് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം കൊടുത്തത് ആരാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? അതല്ല ഇവരുടെ പണി. അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചതാരാണ്? അവരെ കണ്ടെത്തണ്ടേ? അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? ഈ രണ്ട് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘടകത്തെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ, അതേക്കുറിച്ച് ഒരു കാര്യവും പറയാതെ, അതിൽ നടപടി സ്വീകരിക്കാതെ ഈ സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുക, ഈ ആജ്ഞാനുവർത്തികളായി അവരുടെ കടമ നിർവഹിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞാൽ പണിയെടുക്കേണ്ട ആൾക്കാർ മാത്രമാണ് ഗൺമാന്മാർ. അവരാ പണി ചെയ്തു. എന്നിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയും ആ നിർദ്ദേശം കൊടുത്ത ആളുകളെ സംരക്ഷിക്കുകയും ഈ കേസ് അട്ടിമറിച്ചവരെക്കെതിരെ നടപടിയെടുക്കാനും സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സർക്കാർ എന്തിനാണ് വന്നത്? എന്തിനാണ് LDF പകരം UDF ഇവിടെ അധികാരത്തിൽ വന്നത്? അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് ഈ വാർത്താസമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി ഉപയോഗിച്ച് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞങ്ങ് പോവാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നു.